ഒരു ദിവസം ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞ് അമൃതമെടുക്കാൻ തീരുമാനിച്ചു. പാലാഴി കടയുന്നതിനായി അവർ വാസുകി എന്ന പാമ്പിനെ കയറായി ഉപയോഗിച്ചു. പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ ലാഹല വിഷം പുറത്തുവന്നു. ഇതെറിഞ്ഞ ദേവന്മാരെല്ലാം പരിഭ്രാന്തരായി പരമശിവന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു. ശിവൻ ഉടൻ തന്നെ ആ വിഷം എടുത്തു കുടിച്ചു. ഇതുകണ്ട് ഭയന്ന പാർവതി ദേവി വിഷം ശിവന്റെ ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. തൽഫലമായി ശിവന്റെ കഴുത്ത് നീല നിറമായി മാറി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ പാർവതി ദേവിക്ക് അധികനേരം അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പോൾ ശിവന്റെ ഭക്തനായ വാസുകി പാമ്പ് അവിടെ വരികയും വിഷം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ താൻ കഴുത്തിൽ മുറുകെ ചുറ്റിക്കൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വാസുകി ശിവന്റെ കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞു. ആ വിഷത്തിന്റെ തീക്ഷ്ണത ശിവന് പോലും താങ്ങാവുന്നതിലും അധികമായിരുന്നു. ആ രാത്രി മുഴുവൻ ശിവൻ ഉറങ്ങാതിരുന്നാൽ മാത്രമേ വിഷം ശരീരത്തിൽ പടരാതിരിക്കുകയുള്ളൂ എന്നൊരു അവസ്ഥ വന്നു. ശിവനെ ഉറക്കമെടുക്കാൻ സഹായിക്കുന്നതിനായി ദേവന്മാരും മുനിമാരും ഭൂതഗണങ്ങളും നൃത്തം ചെയ്തും പാട്ടുപാടിയും ആ രാത്രി മുഴുവൻ ആഘോഷിച്ചു. ഈ പുണ്യദിനത്തെയാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.